ഉത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ അനിയെക്കുറിച്ചൊക്കെ തിരക്കാനൊക്കെ പോയിട്ടൊന്നും ഒരു വിവരവും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു വിഷമത്തിലാണെങ്കിൽ നമ്മൾ നന്ദു വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അനന്തപുരിയിലുള്ള എല്ലാവരും അനിയെ കാണാത്തുള്ളൊരു വിഷമത്തിൽ നിൽക്കുക കേട്ടോ. പക്ഷേ ഒരു വിഷമവും ഇല്ലാതെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന നമ്മൾ അനാമിക മാത്രമേ ഉള്ളൂ. എന്നിട്ടും നമ്മൾ ആ ഭർത്താവിനെ കാണാത്തുള്ളൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അനാമികയ്ക്കില്ല. അനാമിക എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ജലജ എടുത്ത് പറയുന്നുണ്ട്, ഹനി ചിലപ്പം പിന്നെ നന്ദുവിനെ കാണാൻ വേണ്ടി പോയതായിരിക്കും. അവർ തമ്മിൽ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോയതാണോന്നൊന്നും അറിയത്തില്ലല്ലോ. കാര്യം പോലീസ് സ്റ്റേഷൻ വരല്ലേ അവർ പ്രണയം എത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പം നമ്മൾ ജാനകി പറയുന്നുണ്ട്, എങ്കിലും അവൻ പോയിട്ടിങ്ങ് വരട്ടെ, അവൻ്റെ എല്ലാ ഇതും ഞാൻ നിർത്തിത്തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളിത് കേട്ടിട്ട് നമ്മൾ അജയനാണെങ്കിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, ഭർത്താവിനെ കാണാതിരുന്നിട്ട് നിനക്ക് അതിൻ്റെ വിഷമമോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, നിനക്ക് വേറെ പല കാര്യങ്ങളില്ലേ നിൻ്റെ ചിന്തയെന്നൊക്കെ പറയുന്നുള്ളത്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അജയനാണെങ്കിൽ നല്ല ദേഷ്യത്തിൽ സംസാരിക്കുക. നമ്മൾ ആദർശം നയനയൊക്കെ ആണെങ്കിലും നമ്മൾ അനിയെ തിരക്കുകയാണെങ്കിലുള്ള തെരച്ചിലില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നന്ദു ആണെങ്കിലും അനിയെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പോലീസ് സ്റ്റേഷനിലും അനിയുടെ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും തിരക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ നന്ദുവിനാണെങ്കിൽ ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. എന്നിട്ട് പറയും, ഹലോ മാഡം, ഇതുപോലെ നമ്മൾ ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മൃതദേഹമാണെങ്കിൽ റെയിൽവേ പാളത്തിൽ കണ്ടു കിട്ടിയിട്ടുണ്ട്, മാഡം ടെൻഷനൊന്നും അടിക്കരുതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പോലീസ് പറയുന്നുണ്ട്, മാഡം ടെൻഷനൊന്നും ആവണ്ട, കാര്യത്തിൽ ഇതിരിക്കും ആരെയും ബോഡിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു കോൺസ്റ്റബിൾ പറയുന്നത് ബോഡിയുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് അനിയുടെ പോലെ ഉണ്ടെന്നൊക്കെ അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മളെ നന്ദു ആണെങ്കിൽ ടെൻഷൻ അടിച്ച് നല്ല സങ്കടത്തിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തിനാണ് നീ അങ്ങനെ ചെയ്തത്, നിന്നെ ഞാൻ വേറെ ഉദ്ദേശിച്ചൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്, ഞാൻ നിൻ്റെ ജീവിതം നല്ലതുപോലെ പോകണമെന്നുള്ള കാര്യത്തിലല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ നമ്മളെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ പോലീസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഹലോ മാഡം, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മാഡം എത്രയും പെട്ടെന്ന് ഈ സ്ഥലത്തേക്ക് വരണം, ഞാനാണെങ്കിൽ മാഡത്തിന് ലൊക്കേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പോലീസ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്ദു ആണെങ്കിൽ പെട്ടെന്ന് ആ സ്പോട്ടിലേക്ക് പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ നന്ദു ആണെങ്കിൽ ആദർശനെയും നയനെയും വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അങ്ങനെ നന്ദു ചെല്ലുമ്പോഴത്തേക്ക് അവിടെ പിന്നെ ആൾക്കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിലും ആദർശ നയന എല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ്റെ ബോഡിയാണ്, പക്ഷേ മുഖമൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല, വികൃത രൂപത്തിലാണ് മുഖമൊക്കെ കിടക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർക്കാണെങ്കിൽ ഒരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവരാണെങ്കിൽ ഒരു തകർന്ന് നിൽക്കുകയാണ്. നമ്മൾ അനി പോയോ എന്നുള്ളൊരു വിഷമത്തിൽ ഇങ്ങനെ തകർന്ന് നിൽക്കുന്നുണ്ട്. വിഷമത്തിൽ അവർ മൂന്നുപേരും ഇങ്ങനെ തകർന്ന് നിൽക്കുന്നുണ്ട്. അതിനിപ്പോൾ ആരാണ്, അനിയാണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്നുള്ള കാര്യമൊക്കെ നമുക്കിനി അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് കാണാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.